ഗുഡ് മോർണിംഗ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സം എലമെൻ്ററി തിയറംസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്. നമ്മളിത് കുറച്ചധികം പ്രൈം നമ്പേഴ്സോട് റിലേറ്റ് ചെയ്ത തിയറംസ് ആണ് പഠിക്കുന്നത്. സോ ഗോയിങ് ടു ദ ഇൻട്രൊഡക്ഷൻ. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെറ്റ് പൈ ഓഫ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് പ്രൈംസ് നോട്ട് എക്സീഡിങ് എക്സ്. നമ്മളൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ എക്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഓഫ് എക്സ് എന്നുള്ളത് നമ്പർ ഓഫ് primes less than or equal to x and choose that we know that when x tends to infinity, usually pi of x also tends to infinity, and from this property using the tables of prime numbers in the tables use ചെയ്ത് കാൾ ഫെഡറിക് ഗോസും ലെഷൻഡറും ഒരു കണ്ടുപിടുത്തം നടത്തിയത് എങ്ങനെയാണ്? as x tends to infinity, this pi of x will tending to x by log x. അതായത് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ പൈ ഓഫ് എക്സിൻ്റെ വാല്യൂ പോകുന്നത് എക്സ് ബൈ ലോഗ് എക്സിലേക്കാണ് എന്നൊരു കണ്ടുപിടുത്തം ഗോസും ലെഷൻഡറും നടത്തുകയുണ്ടായി. അതിനെ അവർ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, പൈ ഓഫ് എക്സ് ലോഗ് എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന്. അപ്പോൾ ഇതിനൊരു പ്രൂഫ്, ഇതിപ്പോൾ ഇവർ നടത്തിയത് ഈ ടേബിൾ അനലൈസ് ചെയ്താണ്. ഇതിനൊരു പ്രൂഫ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ഹെഡമാഡ് ആൻഡ് ഡീല വാലി പോസി, ഈ രണ്ട് പേര് ചേർന്നാണ് പ്രൈം നമ്പർ തിയറം എന്ന പേരിൽ ഇതിനൊരു പ്രൂഫ് ഉൾപ്പെടെ കൊണ്ടുവന്നത്. ഇനി പ്രൈം നമ്പർ തിയറത്തിന് പല രീതിയിൽ നമുക്ക് അതിനെ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൂഫും പല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇവർ കൊണ്ടുവന്ന പ്രൂഫ് ഒരു അനലിറ്റിക് പ്രൂഫായിരുന്നു. നമുക്കൊരു എലമെൻ്ററി ടൈപ്പ് പ്രൂഫും അതിന് കൊണ്ടുവരുന്നുണ്ട്. അനലിറ്റിക് മീൻസ് നമ്മുടെ അനാലിസിസ് വഴി ഒരു പ്രൂഫാണ്. അതല്ലെങ്കിൽ പ്യൂർലി നമ്പർ തിയറിയുടെ ടോപ്പിക്സ് ഉപയോഗിച്ചും പ്രൂഫ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഈ എലമെൻ്ററി തിയറംസ് ഓൺ പ്രൈംസ് എന്ന കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ചെയ്യുന്നത് ഈ പ്രൈം നമ്പർ തിയറത്തിൻ്റെ സെവറൽ ഇക്വലന്റ് ഫോംസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. To start with, we define two functions. They are Chebyshev's functions. Chebyshev's psi of x function and theta variant of x. ഇത് theta variant of x ആണ്. ഈ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡെഫിനേഷൻ: ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 we define Chebyshev's psi function by the formula psi of x equal to sigma n less than equal to x lambda of n. ഈ lambda of n നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന മാങ്കോൾഡ് ഫംഗ്ഷൻ ആണ്. Lambda of n is equal to log p if n equal to p raised to m for some prime p and 0 otherwise. അതായത് ലാംഡ ഓഫ് n എന്നുള്ളത് n ഒരു പ്രൈമിൻ്റെ പവർ ആണെങ്കിൽ ആ പ്രൈം നമ്പറിൻ്റെ ലോഗ് വാല്യൂ ആണ് ലാംഡ ഓഫ് n. ഫോർ ഓൾ അതർ കേസസ് ലാംഡ ഓഫ് n is 0. അപ്പോൾ നമുക്ക് ഈ സൈ ഓഫ് എക്സ് പറയാൻ പറ്റും ലാംഡ ഓഫ് n എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നോൺ സീറോ ആവണമെങ്കിൽ ഈ n എന്നുള്ളത് ഒരു പ്രൈമിൻ്റെ പവറാണ്. സോ നമുക്ക് ഈ സൈ ഓഫ് എക്സിനെ റീറൈറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ്: സൈ ഓഫ് എക്സ് ഈക്വൽ ടു രണ്ട് സമ്മേഷൻ കൊണ്ടുവരാണ്. First summation is sigma m equal to 1 to infinity p of m less than equal to x to infinity, and next then summation p lambda of p of m. അപ്പോൾ psi of x നമ്മൾ രണ്ട് സമ്മേഷനകത്ത് എഴുതുമ്പോൾ നമുക്ക് ലാംഡ ഓഫ് പി ഓഫ് എം ആണ്. സോ നമുക്ക് എമ്മിനും ഒരു സമ്മേഷൻ അപ്ലൈ ചെയ്യാം, പിക്ക് സമ്മേഷൻ അപ്ലൈ ചെയ്യാം. എമ്മിന് സമ്മേഷൻ അപ്ലൈ ചെയ്യുന്നത് m equal to 1 to infinity ആണ്. ഗിവൻ കണ്ടീഷൻ p raised to m less than equal to x, n less than equal to x നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ n ലെസ് ദാൻ എക്സ് നമ്മൾ പി റേസ് ടു എം ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എഴുതി. ദെൻ ഓവറോൾ ദാറ്റ് പി നമ്മൾ സമ്മേഷൻ എടുത്തു. സോ ഇതിലെ പി റേസ് ടു എം ലെസ് ദാൻ ഈക്വൽ ടു എക്സും പിയും ഒരുമിച്ച് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ മതി. സോ ദ സമ്മേഷൻ ഈസ് അഗൈൻ ക്യാൻ ബി റിട്ടൺ ആസ് എം ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m സമ്മേഷൻ ഓഫ് ദിസ് ഓവർ ലോഗ് പി. കാരണം ബാക്കി എല്ലാത്തിനും ലാംഡ ഓഫ് എന്നുള്ള വാല്യൂ 0 ആയിരിക്കും. പി റേസ് ടു എമ്മിന് ലാംഡയുടെ വാല്യൂ ലോഗ് പി യു ആണ്. So also we can say that if x raised to 1/m is less than 2, നമ്മൾ p less than equal to x raised to 1/m എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ x raised to 1/m ന്റെ വാല്യൂ less than 2 ആണെങ്കിൽ അങ്ങനെ ഒരു പ്രൈം ഇല്ല, ശരിയല്ല, 2 താഴെ നമുക്ക് പ്രൈം ഇല്ല. സോ then the sum on p is empty. അപ്പോൾ നമുക്ക് എന്ത് പറയാം? that is if 1/m log x less than log 2. ഇവിടെ രണ്ട് സൈഡ് ഞാൻ ലോഗ് എടുത്താൽ എന്ത് പറയാം? 1/m log x less than log 2 ആണെങ്കിൽ ഈ sum on p is empty എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എന്ത് വേണം? 1/m log x less than log 2 അല്ലാത്ത കേസുകൾ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? എം ഷുഡ് ബി, ഈ കേസ് എന്നൊക്കെ പറയാവുന്നത് ലോഗ് എക്സ് ബൈ ലോഗ് 2 ലെസ് ദാൻ എം എന്നാണ്. നമുക്ക് ഈ സമ്മ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ലോഗ് എക്സ് ബൈ ലോഗ് 2 വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 എന്നാണ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് സം ആസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ ഓവർ എം ലെസ് ദാൻ ലോഗ് എക്സ് ടു ദ ബേസ് 2 സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് റേസ് ടു 1/m ലോഗ് പി എഴുതാം. ഇതിനെ തന്നെ നമ്മൾ അടുത്തൊരു കേസിലേക്ക് കൊണ്ടുവന്ന് ഷെബിഷെവിൻ്റെ പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. Definition: if x greater than 0 we defines Chebyshev's theta variant function. theta അല്ലാതെ theta variant ആണ്. theta variant function defined as theta variant of x equal to
സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് പി വേർ പി റൺസ് ഓവർ ഓൾ പ്രൈംസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ്. ലോഗ് പികളുടെ സമ്മാണ് വേർ പി എന്നുള്ളത് നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ്. ഒരു എക്സ് എന്ന നമ്പറിന് താഴെയുള്ള പ്രൈമുകളാണ് പി. ആ പ്രൈമുകളുടെ ലോഗുകളുടെ സമ്മാണ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ അപ്ലൈയിങ് ദിസ് ടു അവർ സൈ ഓഫ് എക്സ് ഫോർമുല വി ഡിഫൈൻ ഹിയർ. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത സൈ ഓഫ് എക്സ് ഫോർമുലയിലേക്ക് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത തീറ്റ വേരിയന്റ് ഓഫ് എക്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്ക് പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് പി ആണ്. ഇവിടെ നമുക്ക് പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് റേസ് ടു 1 ബൈ ലോഗ് പി എന്നാണ്. സോ എക്സ് ഇവിടെ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് പി എന്നുള്ളത് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചാൽ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ബൈ എം ലോഗ് പി എന്നുള്ളത് തീറ്റ വേരിയന്റ് ഓഫ് ഈ എക്സിന് പകരം 1 ബൈ എക്സ് എന്ന് വരും. സോ സൈ ഓഫ് എക്സ് ഇസ് നൗ psi of x equal to sigma m less than log x to the base 2 theta of x raised to 1 by m. Let's move into next theorem. First theorem of this chapter. For x greater than 0 we have 0 less than equal to psi of x by x minus theta variant of x by x less than equal to log x all square by 2 root x log 2. ഈ പ്രൂഫിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാവുന്നത് psi of x equal to sigma m less than log x to the base 2 theta variant of x raised to 1 by m എന്ന് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് മാത്രം കിട്ടണമെങ്കിൽ ഈ എമ്മിൻ്റെ വാല്യൂ 1 എടുത്താൽ മതി. സോ എം ലെസ് ദാൻ ലോഗ് എക്സ് ടു ദ ബേസ് 2 എന്നുള്ളതിന് എമ്മിൻ്റെ വാല്യൂ 1 എടുത്താൽ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും തീറ്റ വേരിയന്റ് ഓഫ് എക്സ് എന്ന ടേം ആയിരിക്കും. ആ ടേം നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് എന്ന് കിട്ടും. ബാക്കി ഈ സമ്മേഷൻ ഉണ്ടാവുന്നത് എം 1 ഗ്രേറ്റർ എന്ന ആൾക്കാരാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് 2 ലെസ് ദാൻ ഈക്വൽ ടു എം ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 ആയിരിക്കും പിന്നെ വരുന്ന സമ്മേഷൻ വരാം. 1 നമ്മൾ ലെഫ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ള ടേമുകളുടെ സം നോക്കിയാൽ മതി. സോ വി ഗെറ്റ് ഇതെന്തായാലും ക്ലിയർലി നോൺ നെഗറ്റീവ് ആയിരിക്കും. രണ്ട് വാല്യൂസ് നമുക്ക് പോസിറ്റീവ് കിട്ടാം. ഇത് ക്ലിയർലി നോൺ നെഗറ്റീവ് തന്നെയായി വരാം സമ്മേഷൻ വരാം. സോ സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ 2 ലെസ് ദാൻ ഈക്വൽ ടു എം ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 തീറ്റ വേരിയന്റ് ഓഫ് എക്സ് റേസ് ടു 1 ബൈ എന്ന് പറയാം. ദെൻ ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ്, തീറ്റ വേരിയന്റ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. അത് നമുക്ക് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ഡെഫൈൻ ചെയ്തത് തന്നെ പറയാൻ പറ്റും. നമ്മൾ ഡിഫൈൻ ചെയ്തത് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ പി ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് പി എന്നാണ്. ആ എല്ലാ പികളുടെ സമ്മാണ്. സോ ഇൻ പർട്ടിക്കുലർ എക്സ് എടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എൻ്റെ സമ്മേഷൻ പറയാം, വിച്ച് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. തീറ്റ വേരിയന്റ് എക്സ് എപ്പോഴും വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്ന കേസ് നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയാണ് എങ്കിൽ വി ക്യാൻ അപ്ലൈ ദാറ്റ് ഹിയർ. നമുക്ക് എന്ത് പറയാം, നമുക്കിപ്പോൾ അറിയാവുന്ന ഇത്രയാണ്. നമ്മൾ തീറ്റ വേരിയന്റ് ഓഫ് എക്സിന്റെ ആ ഇതിനകത്ത് ഇവിടെ തീറ്റ വേരിയന്റ് ഓഫ് എക്സ് 1 ബൈ എം ആണ്. അതിന് പകരം ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, 0 ലെസ് ദാൻ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ 2 ലെസ് ദാൻ ഈക്വൽ ടു എം ലെസ് ദാൻ ഈക്വൽ ടു ലോഗ് എക്സ് ടു ദ ബേസ് 2 എക്സ് റേസ് ടു 1 ബൈ എം ഇൻറ്റു ലോഗ് എക്സ് റേസ് ടു 1 ബൈ എന്ന് പറയാം. ആൻഡ് ദിസ് വിൽ ബി ലെസ് ദാൻ ഈക്വൽ ടു log x to the base 2 root x into log root x. ഇവിടെ root x log root x ഇടുന്നത് എമ്മിൻ്റെ വാല്യൂ 2 കൊടുക്കുമ്പോഴാണ്, ഈ ലീസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോഴാണ്. നമ്മൾ ഈ പറഞ്ഞ അതേ ലോജിക്കിനോട് അപ്ലൈ ചെയ്യുന്നത് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നുള്ളതിന് പകരം എമ്മിന് 2 കൊടുത്താൽ ഇവിടെ റൂട്ട് എക്സ് ഇൻറ്റു ലോഗ് റൂട്ട് എക്സ് എന്ന് പറയാം, ഇൻറ്റു ലോഗ് എക്സ് ടു ബേസ് 2 അപ്ലൈ ചെയ്യുമ്പോൾ അതായിരിക്കും ഇത് ലോഗ് എക്സ് ടു ബേസ് 2 എന്നുള്ളതിൻ്റെ അപ്പർ വാല്യൂ ആണ്, എമ്മിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആണ്. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ടേം ആയിരിക്കും സമ്മിന് ലാർജ് വരാം. So we get 0 less than equal to psi of x minus theta variant of x which is less than equal to log x to the base 2 root x into log root x. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, ഈ ലോഗ് എക്സ് ടു ബേസ് 2 എനിക്ക് ലോഗ് എക്സ് ബൈ ലോഗ് 2 എന്ന് എഴുതാം, ഇൻറ്റു റൂട്ട് എക്സ് ഈ ലോഗ് റൂട്ട് എക്സിനെ ലോഗ് എക്സ് റേസ് 1 ബൈ 2 വിച്ച് ഈസ് 1 ബൈ 2 ലോഗ് എക്സ് എന്ന് എഴുതാം. അതാണ് ഈ സ്റ്റെപ്പ്. ലോഗ് എക്സ് ബൈ ലോഗ് 2 എന്നുള്ളത് ലോഗ് എക്സ് ടു ബേസ് 2ൻ്റെ വാല്യൂ, റൂട്ട് എക്സ് അവിടെ ഉണ്ട്, 1 ബൈ 2 ലോഗ് എക്സിനാണ് ഇവിടെ റൂട്ട് എക്സ് ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് എന്നിരിക്കുന്നത്. മൾട്ടിപ്ലൈ ദിസ് ഗെറ്റ് ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഈസ് ലോഗ് എക്സ് ഹോൾ സ്ക്വയർ. സോ റൂട്ട് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 ലോഗ് 2. രണ്ട് സൈഡും ഇവിടെ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ശരിക്കുള്ളത് 0 ലെസ് ദാൻ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ ഓഫ് എക്സ് ആണ്. രണ്ട് സൈഡിലും ഞാൻ റൈറ്റ് സൈഡിൽ ഈ ടേം ഉണ്ട്, രണ്ട് സൈഡിലും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 ലെസ് ദാൻ ഈക്വൽ ടു സൈ ഓഫ് എക്സ് മൈനസ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു റൂട്ട് എക്സിന് ബൈ എക്സ് വരുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് വരും. സോ വി ഗെറ്റ് അവർ ഇൻഇക്വാളിറ്റി ഇൻ അവർ തിയറം. ഈ ഇൻഇക്വാളിറ്റി നമുക്ക് ഇവിടുന്ന് കിട്ടും. നോ മൂവിങ് ടു നെക്സ്റ്റ് തിങ്. അടുത്ത റിലേഷൻ കണക്റ്റിംഗ് തീറ്റ വേരിയന്റ് ഓഫ് എക്സ് ആൻഡ് പൈ ഓഫ് എക്സ് ആണ്. ഇതിൽ ഈ തിയറം ഏബിൾസ് ഐഡന്റിറ്റി എന്ന് അറിയപ്പെടുന്ന ഈ തിയറത്തിൻ്റെ പ്രൂഫിന് നമ്മൾ കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ കോൺസെപ്റ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ടാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്.
ഫോർ എനി അർത്തമാറ്റിക് ഫംഗ്ഷൻ എ ഓഫ് എൻ ലെറ്റ് ക്യാപിറ്റൽ എ ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ. അപ്പോൾ നമ്മൾ എ ഓഫ് എൻ എന്ന അർത്തമാറ്റിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ അർത്തമാറ്റിക് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് സിഗ്മ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ, വേർ എ ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇഫ് എക്സ് ലെസ് ദാൻ 1. ആ കണ്ടീഷൻ കൂടി ഉണ്ട്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എ ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്ന കണ്ടീഷൻ കൂടി ഉണ്ട്. അസ്യൂം ദാറ്റ് എഫ് ഹാസ് എ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഓൺ ദ ഇന്റർവൽ വൈ എക്സ്. നിങ്ങൾ ക്ലോസ് ഇന്റർവൽ വൈ എക്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉള്ള ഒരു ഫംഗ്ഷനാണ് എഫ് എങ്കിൽ വിത്ത് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ്. വൈയും എക്സും പോസിറ്റീവ് ആണെന്ന് ഒരു പറയുന്നുണ്ട്. ആ ഇന്റർവലാണ് ക്ലോസ് ഇന്റർവൽ വൈ എക്സ്. ദെൻ വി ഹാവ്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതാണ് സിഗ്മ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് ഇൻ്റഗ്രൽ വൈ ടു എക്സ് എ ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. എ ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എഫിന് ഒരു കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉണ്ട് ഇൻ എ ക്ലോസ് ഇന്റർവൽ വൈ എക്സ് വേർ വൈ ആൻഡ് എക്സ് ആർ പോസിറ്റീവ്. ദെൻ നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്യണം. ആ പ്രൂഫിന് വേണ്ടി നമ്മൾ രണ്ട് കാര്യങ്ങൾ ആദ്യം പറയാണ്. കെ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എന്നും എം ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഈക്വൽ ടു വൈ എന്നും. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം, എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും എ ഓഫ് കെ എന്നുള്ളതും എ ഓഫ് കെ എക്സ് എന്നുള്ളത് നമുക്കറിയാം അർത്തമാറ്റിക് ഫംഗ്ഷൻസിന്റെ സമ്മാണ്. സോ അത് എൻ വിച്ച് മീൻസ് ഇൻറ്റിജർ വാല്യൂസിലായിരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളത്. സോ എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് കെ എന്നുള്ളത് ട്രിവിയൽ ആയിരിക്കും, കാരണം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ആണ് കെ എന്നുള്ളത്. അപ്പോൾ എ ഓഫ് എക്സ് എന്നുള്ള വാല്യൂ എ ഓഫ് കെ എന്ന വാല്യൂ തന്നെയായിരിക്കും. അതുവരെയുള്ള സമ്മൾ എടുക്കണേ. സോ എ ഓഫ് കെ വരെയുള്ള സമ്മും എ ഓഫ് എക്സ് വരെയുള്ള സമ്മും സെയിം തന്നെയായിരിക്കും. സിമിലർലി എ ഓഫ് വൈ ഈക്വൽ ടു എ ഓഫ് എം ആയിരിക്കും, കാരണം വൈ എന്നുള്ളത് ഒരു ഇൻറ്റിജർ വാല്യൂ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ വൈയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് എം. സോ എ ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ അതുവരെയുള്ള സമ്മ് വിച്ച് മീൻസ് വിൽ ബി സെയിം ആസ് ദ സം അപ് ടു എം. സോ ഈ രണ്ട് കാര്യം നമുക്ക് പറയാൻ പറ്റും. ദെൻ നമുക്ക് ഇവിടേക്ക് വരാം. നമ്മൾ ഈ ഇക്വാലിറ്റിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണ്. സിഗ്മ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ എഫ് ഓഫ് എൻ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സിൽ വൈൻ്റെയും എക്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജേഴ്സ് ചെയ്താണെങ്കിൽ വൈയുടെ തൊട്ട് താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ് എം. പക്ഷെ നമുക്കിവിടെ വൈ ലെസ് ദാനേ ഉള്ളൂ, വൈ ലെസ് ദാൻ ഈക്വൽ ടു ഇല്ല. സോ അടുത്ത ഇൻറ്റിജർ നോക്കിയാൽ മതി. സോ സമ്മേഷൻ വിൽ വേരി ഫ്രം എം പ്ലസ് 1 ടു കെ. കെ എന്നുള്ളത് എക്സിനോട് ഈക്വൽ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്. എ ഓഫ് എൻ എഫ് ഓഫ് എൻ. ഇനി നമ്മൾ എ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തത് എന്താണ്, എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ്റെ സമ്മേഷൻ ആണ് എ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എൻ പ്ലസ് 1 വരെയുള്ള സമ്മേഷൻ എ ഓഫ് എൻ പ്ലസ് 1 എന്ന് പറഞ്ഞതായിരിക്കും എൻ പ്ലസ് 1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ ആയിരിക്കും. എ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയും. സോ അങ്ങനെയാണെങ്കിൽ എ ഓഫ് എൻ പ്ലസ് 1 മൈനസ് എ ഓഫ് എൻ എടുത്താൽ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പറയാം എ ഓഫ് എക്സും എ ഓഫ് എക്സ് പ്ലസ് 1ഉം അത് നമ്മുടെ ഡിഫറൻസ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അത് ശരിക്കും എ ഓഫ് എക്സ് എന്ന രീതിയിലാണ് വരാം, സ്മോൾ എ ഓഫ് എക്സ്. അപ്പോൾ ഞാനിവിടെ എക്ക് അകത്ത് ക്യാപിറ്റൽ എക്ക് അകത്ത് വരുന്ന വാല്യൂ എൻ പ്ലസ് 1ഉം എന്നും എടുത്ത് അവരുടെ ഡിഫറൻസ് എടുത്ത് കിട്ടാൻ ഈ സ്മോൾ എ ഓഫ് എൻ എന്ന വാല്യൂ ആയിരിക്കും. സോ അത് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി, സ്മോൾ എ ഓഫ് എന്നിനെ ക്യാപിറ്റൽ എ ഓഫ് എൻ മൈനസ് എ ഓഫ് എൻ മൈനസ് 1 എന്ന് എഴുതി. ഇൻറ്റു എഫ് ഓഫ് എൻ. ദെൻ ഇതിന് നമുക്ക് ഈ എഫ് ഓഫ് എന്നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്താൽ ഇങ്ങനെ പറയാം, എൻ ഈക്വൽ ടു എം പ്ലസ് 1 ടു കെ എ ഓഫ് എൻ ഇൻറ്റു എഫ് ഓഫ് എൻ. അത് ഫസ്റ്റ് ടൈം ക്ലിയർ ആണ്. സെക്കൻഡ് സമ്മേഷനിൽ നമുക്ക് വരുന്നത് എ ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എൻ എന്നായിരിക്കും. വേറെ സമ്മേഷൻ ഈസ് ഫ്രം എം പ്ലസ് 1 ടു കെ എന്ന് വരാം. അപ്പോൾ ഞാൻ ആ എം പ്ലസ് 1 ടു കെയുടെ സമ്മേഷൻ ഒന്ന് മാറ്റി എം ടു കെ ആക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള എൻ മൈനസ് 1ഉം എഫ് ഓഫ് എന്നും ചെറിയ ചേഞ്ച് കൊടുത്താൽ മതി. അതായത് ശരിക്കും സമ്മേഷൻ എം പ്ലസ് 1 ടു കെ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരുന്ന എൻ മൈനസ് 1ഉം എഫ് ഓഫ് എൻ പ്ലസ് 1 ആണ്. ഞാൻ അതും ഇതുപോലെ എ ഓഫ് എൻ എന്ന ടൈമിൽ കിട്ടാൻ വേണ്ടി എ ഓഫ് എൻ ഇൻറ്റു എ ഓഫ് എൻ പ്ലസ് 1 ആക്കി. സമ്മേഷൻ്റെ ലിമിറ്റ് എം, അതായത് ഇവിടെ ഉണ്ടായ ലിമിറ്റിനൊക്കെ ഒന്ന് കുറവ്, മുകളിൽ കെ ആയിരുന്നു അതിനും ഒന്ന് കുറവ്, കെ മൈനസ് 1 എന്നാക്കി. അകത്ത് ഞാൻ എന്ത് ചെയ്തു, എ ഓഫ് എൻ മൈനസ് 1 വരെ ഒന്ന് കൂട്ടി എൻ കൊടുത്തു, എന്നിന് വരെ ഒന്ന് കൂട്ടി എൻ പ്ലസ് 1 കൊടുത്തു. സോ സെയിം തന്നെയാണ് വരുന്നത്, ജസ്റ്റ് സമ്മേഷൻ്റെ ലിമിറ്റും ഫംഗ്ഷൻ്റെ വേരിയബിൾ ഒന്ന് ചെറിയ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എം പ്ലസ് 1 ടു കെ. ഇപ്പോൾ നമുക്കറിയാം സിഗ്മ എം പ്ലസ് 1 ടു കെയും സിഗ്മ എം ടു കെ മൈനസ് 1 ആണ്. ഈ രണ്ട് സമ്മേഷനിലും എ ഓഫ് എന്നിൻ്റെ ടേംസും എ ഓഫ് എം പ്ലസ് എന്നൊക്കെ വരണേ. അവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് രണ്ടിൽ നിന്നും എനിക്ക് ഇവിടെ നിന്ന് സിഗ്മ എം പ്ലസ് 1 ടു കെ മൈനസ് 1 വരെ ടേംസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ടൈം എന്നുള്ളത് കെ വരെ ടൈം, അതായത് എ ഓഫ് കെ എഫ് ഓഫ് കെ ആണ്. അപ്പോൾ ഇതിൻ്റെ എം പ്ലസ് 1 മുതൽ കെ മൈനസ് 1 വരെ ടേംസും ഇവിടെ നിന്ന് എം പ്ലസ് 1 മുതൽ കെ മൈനസ് 1 വരെ ടേംസ് എടുത്താൽ ശ്രദ്ധിക്കുക, രണ്ട് സ്ഥലത്തും എം പ്ലസ് 1 ടു കെ മൈനസ് 1 ഇതിൻ്റെ ലോവർ ലിമിറ്റും ഇതിൻ്റെ അപ്പർ ലിമിറ്റും എടുക്കുന്നത്. ഇതിൻ്റെ ലോവർ ലിമിറ്റും ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കെ മൈനസും കൊടുത്താൽ ഇവിടെ ബാക്കി വരുന്ന ടൈം എ ഓഫ് കെ എഫ് ഓഫ് കെ ആണ്. ഇവിടെ എം പ്ലസ് 1 ടു കെ മൈനസ് കൊടുത്താൽ ഒരു ടൈം എക്സ്ട്രാ വരുന്നത് എ ഓഫ് എമ്മും എഫ് ഓഫ് എം പ്ലസ് 1 ആണ്.
സോ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ഈ ഫോമിൽ എഴുതാൻ പറ്റും. കോമൺ ആയിട്ട് വരുന്നത് എ ഓഫ് എൻ ആണ് ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ പ്ലസ് 1 എന്ന ടേംസ് രണ്ടും എടുക്കാൻ പറ്റും. ദെൻ ബാക്കി ഇവിടെ ടേം വരുന്നത് എ ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് കെയും മൈനസ് ഇവിടെ വരുന്നത് എ ഓഫ് എം എഫ് ഓഫ് എം പ്ലസ് 1 ആണ്. സോ ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്തും കോമൺ ഔട്ട്സൈഡ് എടുത്തു തന്നേ ഉള്ളൂ. ആൻഡ് ഈ എഫ് ഓഫ് എൻ പ്ലസ് 1 നമുക്കറിയാം ഈ ഫംഗ്ഷൻ എഫ് നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ നമ്മൾ ഗിവൺ ഇൻ്റർവൽ വൈ എക്സിനകത്ത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉണ്ടെന്നാണ്. സോ നമുക്ക് അതിനെന്ത് ചെയ്യാം, എഫ് ഡാഷ് ടി എന്ന് ഡിഫൈൻ ചെയ്താൽ ആ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ടി ആണെങ്കിൽ ആ ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ ഫ്രം എൻ ടു എൻ പ്ലസ് 1 എന്തായിരിക്കും, എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ പ്ലസ് 1 ആയിരിക്കും. സോ ഇയാൾ നമ്മൾ അങ്ങനെ രീതിയിലേക്ക് മാറ്റുകയാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത് ഇൻ്റഗ്രൽ എൻ ടു എൻ പ്ലസ് 1 എഫ് ഡാഷ് ഓഫ് ടി എഴുതിയിരിക്കുന്നത്. സോ ശരിക്കും നമ്മൾ എഴുതുമ്പോൾ തിരിച്ചെഴുതണം, കാരണം എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ പ്ലസ് 1 ആണ്. സോ അപ്പർ ലിമിറ്റാണ് എഫ് ഓഫ് എൻ വരുന്നത്. അത് നമ്മൾ തിരിച്ചെഴുതിയിട്ട് പുറത്തൊരു മൈനസ് എൻ കൊടുത്താണ് കാണുന്നത്. മൈനസ് സിഗ്മ എൻ ഈക്വൽ ടു എൻ പ്ലസ് 1 ടു കെ എ ഓഫ് എൻ ഇൻറ്റു ഈ എഫ് ഓഫ് എൻ മൈനസ് എഫ് ഓഫ് എൻ പ്ലസ് 1 ശരിക്കും എഴുതേണ്ടത് ഇൻ്റഗ്രൽ എൻ പ്ലസ് 1 ടു എഫ് എൻ എഫ് ഡാഷ് ഓഫ് ടി എന്നാണ്. പക്ഷെ നമ്മൾ തിരിച്ചെഴുതി പുറത്ത് മൈനസ് കൊടുത്തു. ബാക്കി ടേംസ് എല്ലാം അങ്ങനെ തന്നെ. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇത് നമ്മൾ റീറൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, സിഗ്മ എൻ മൈനസ് സിഗ്മ എൻ ഈക്വൽ ടു എൻ പ്ലസ് 1 ടു കെ മൈനസ് 1 എന്ന് എഴുതി. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇൻ്റഗ്രൽ എൻ ടു എൻ പ്ലസ് 1 അകത്തേക്ക് ഞാൻ ഈ എ ഓഫ് എന്നിൻ്റെ എടുത്തതാണ്. എ ഓഫ് എൻ നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എൻ അതൊരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കും. സോ ഞാൻ അതിനകത്തേക്ക് എടുക്കുമ്പോൾ ഞാൻ അതൊരു ഫംഗ്ഷൻ ഓഫ് ടി ആണെന്നും അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്നും അസ്യൂം ചെയ്തതിനകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും, എ ഓഫ് ഇൻ്റഗ്രൽ എൻ ടു എൻ പ്ലസ് 1 എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വരാം. ഈ എ ഓഫ് ടി ഈസ് നത്തിങ് ബട്ട് എ കോൺസ്റ്റൻറ്റ് വാല്യൂസ്. നമുക്കത് പുറത്തേക്ക് എടുക്കാം. നമ്മൾ ആ പുറത്ത് നിന്ന് എ ഓഫ് എന്നെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ആക്കാൻ വേണ്ടി തന്നെ അകത്തേക്ക് ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ട് എടുത്തതാണ്. ദെൻ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ടേംസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന ടേമും ഇവിടെ ഒരു സബ്ട്രാക്ഷൻ ടേം ഉണ്ട് എ ഓഫ് വൈ എഫ് ഓഫ് വൈ എന്ന ടേം. ഈ ടേംസ് കിട്ടാൻ വേണ്ടി ഞാൻ ബാക്കിയുള്ള ടേംസിനെ ഇങ്ങനെ ഇൻ്റഗ്രലേക്ക് കൊണ്ടുവന്നു. ഇൻ്റഗ്രൽ കെ ടു എക്സ് എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടിയും ഇൻ്റഗ്രൽ വൈ ടു എം പ്ലസ് 1 എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ടിയും. ഈ രണ്ട് ടേംസിന് നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ, ഈ രണ്ട് ഇൻ്റഗ്രലിലും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്താൽ നമുക്കറിയാം അതിൽ അവിടെ എക്സ്ട്രാ വരുന്ന ടേം ഇവിടെ എക്സ്ട്രാ വരുന്ന ടേം മൈനസ് എ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന ടേം ആയിരിക്കും. അതാണ് നമ്മളിവിടെ പ്ലസ് ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് എ ഓഫ് കെ എഫ് ഓഫ് കെ തന്നെയായിരിക്കും. ഈ ഇൻ്റഗ്രലിൽ വരുന്നൊരു ടേം എ ഓഫ് എം എഫ് ഓഫ് എം പ്ലസ് 1 ആയിരിക്കും. ദെൻ എക്സ്ട്രാ വരുന്ന ഒരു പ്ലസ് എ ഓഫ് വൈ എഫ് ഓഫ് വൈ ഉണ്ടാവും. അതിനാണ് നമ്മുടെ മൈനസ് എ ഓഫ് വൈ എഫ് ഓഫ് വൈ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്ത് നോക്കുക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഈ എ ഓഫ് ടി എന്നുള്ളത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടി ആയിട്ട് എഴുതിയെങ്കിലും അതൊരു കോൺസ്റ്റൻറ്റ് നമ്പർ ആണെന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ ഈ സമ്മേഷനകത്ത് സമ്മേഷനും ഇൻ്റഗ്രേഷൻ വരുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ വരുന്നത്. ഒന്ന് ഇൻ്റഗ്രൽ വൈ ടു ഇൻ്റഗ്രൽ വൈ ടു എം പ്ലസ് 1. ദെൻ ഇവിടെ നമുക്ക് സമ്മേഷൻ എം പ്ലസ് 1 ടു കെ മൈനസ് 1. ദെൻ അകത്ത് എന്നിൻ്റെ വാല്യൂ എൻ ടു എൻ പ്ലസ് 1 ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എൻ ടു എൻ പ്ലസ് 1ഉം ആ എന്നിന് സമ്മേഷൻ എം പ്ലസ് 1 ടു കെ മൈനസ് 1 കൊടുക്കുന്നത്. അപ്പോൾ ഫലത്തിൽ വരുമ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ ശരിക്കും എവിടെ മുതൽ എവിടെ വരെയാണ്, എം മൈനസ് 1 മുതൽ ഇവിടെ കെ മൈനസ് 1 ആണ് എന്നിൻ്റെ വാല്യൂ വരിക. പക്ഷേ ഇവിടെ ഇത് എൻ പ്ലസ് 1 വരെ ഉണ്ട്. സോ കെ മൈനസ് 1 പ്ലസ് 1 വിച്ച് മീൻസ് കെ വരെ ഇൻ്റഗ്രൽസ് വരും. ശരിക്കും ഇത് വരുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും, ടുഗദർ വി ക്യാൻ ടേക്ക് ദിസ് ആൻ ഇൻ്റഗ്രൽ വിൽ ബി ഫ്രം എൻ ഈക്വൽ ടു എം പ്ലസ് 1 ടു കെ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മൊത്തം 3 ഇൻ്റഗ്രൽസ് വരും ശരിക്കും. ഇവിടെ ഇൻ്റഗ്രൽ വൈ ടു എം പ്ലസ് 1 ആയിരിക്കും. ഇവിടെ ഇൻ്റഗ്രൽ എം പ്ലസ് 1 ടു കെ ആയിരിക്കും. ഇവിടെ ഇൻ്റഗ്രൽ കെ ടു എക്സ് ആണ്. 3 നെഗറ്റീവ് ആണ്. സോ മൈനസ് ഇൻ്റഗ്രൽസ് 3 എണ്ണം വരുന്നു. വൈ ടു എം പ്ലസ് 1 എം പ്ലസ് 1 ടു കെ കെ ടു എക്സ്. ടേക്കിംഗ് ദിസ് ടുഗദർ വി ക്യാൻ സേ ദിസ് ഇൻ്റഗ്രൽസ് ആർ ടുഗദർ ആസ് മൈനസ് വൈ ടു എക്സ് എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി. ആ ഇൻ്റഗ്രൽസിനകത്തെല്ലാം എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ആണ്. അത് 3 നമുക്ക് ഒരുമിച്ചെടുത്താൽ മൈനസ് ഇൻ്റഗ്രൽ വൈ ടു എക്സ് എന്നാക്കാം. ദെൻ ബാക്കിയുള്ള ടൈം എ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എ ഓഫ് എഫ് ഓഫ് വൈ ആണ്. സോ എ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ എഫ് ഓഫ് വൈ മൈനസ് ഇൻ്റഗ്രൽ വൈ ടു എക്സ് എ ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. സോ ദ പ്രൂഫ് ഓഫ് തിയറം ഈസ് കംപ്ലീറ്റ് ഹിയർ. ആ തിയറം ഇങ്ങനെയാണ് പറയുന്നത്. ഫോർ ആൻ അരിത്മെറ്റിക് ഫംഗ്ഷൻ എ ഓഫ് എൻ വി ഹാവ് capital A of x equal to sigma n less than equal to x a of n, and f is a continuous function. F has a continuous derivative on the interval close to interval yx. അങ്ങനെയെങ്കിൽ we have sigma y less than n less than equal to x a of n f of n നമുക്ക് എന്ത് കിട്ടും, a of x f of x minus a of y f of y minus integral y to x capital A of t f dash of t dt എന്ന് കിട്ടും. സോ ഈ പ്രൂഫിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്തത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ കുറച്ച് ഇൻഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് ആയിരുന്നു. അത് മനസ്സിലാക്കാവുന്നത് തന്നെ ഉള്ളൂ. സോ താങ്ക് യു.